Hello dear friends, welcome to Arabic Guidance and Tutoring Part 6. Part 6ൽ കഴിഞ്ഞ പാർട്ടിലെ ലെറ്റർ ജോയിനിങ്ങിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 5ൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ലെറ്റർ ജോയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പാർട്ടിലാണ്. അപ്പോൾ ലെറ്റർ ജോയിനിങ്ങിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ബ, ഥ, സ. ഈ 3 ലെറ്റേഴ്സാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. അപ്പോൾ അലിഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആൽഫബറ്റ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് ഒരു 5 ലെറ്റേഴ്സ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അലിഫ്, ദാൽ, താൽ, റ, സ, വാവ്. ഇത്രയും ലെറ്റർ കുറച്ച് ഡിഫറെൻ്റ് ആണ് ജോയിനിങ്ങിൽ. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പാട്ടിലെ ബ, ഥ, സ എന്നുള്ളത് എങ്ങനെയാണ് ഇനിഷ്യലിലും മിഡിലും ലാസ്റ്റിലും വരുന്നത് എന്ന് ഒന്നുകൂടി എഴുതി കാണിക്കാം. ബ, ത, ഹ. ഇത് മൂന്നും ഒരേപോലെയാണ് ജോയിൻ ചെയ്യുന്നത്. ഡോട്ട് മാത്രം മാറ്റിയിടുക. ഇപ്പോൾ ബ ഫസ്റ്റിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഹാഫ് എഴുതുക. മിഡിൽ വരുമ്പോൾ ഹാഫാണ്. അങ്ങോട്ടും ജോയിനിങ് ഉണ്ട്, ഇങ്ങോട്ടും ജോയിനിങ് ഉണ്ട്. ലാസ്റ്റിൽ വരുമ്പോൾ ഫുൾ ഫോമിൽ വരുമെന്ന് പഠിച്ചു. ഈ സൈഡിൽ മാത്രമേ ജോയിനിങ് ഉള്ളൂ. ചേർത്തെഴുതുമ്പോൾ ഫസ്റ്റിലത്തെ ബ, മിഡിലത്തെ ബ, ലാസ്റ്റിലത്തെ ബ. അപ്പോൾ തായാണെങ്കിൽ ഈ ഡോട്ട് മാറ്റി മുകളിലിടുക. തായാണെങ്കിൽ 3 ഡോട്ട് ഇവിടെ ഇടുക, 3 ഡോട്ട് ഇവിടെ ഇടുക, ഈ ഡോട്ട് മാറ്റുക. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. മൂന്നും ഒരേപോലെയാണ് ജോയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബ, ത, സ കഴിഞ്ഞിട്ടുള്ള ജി, ഹ, ഖ ഈ 3 ലെറ്ററാണ്. ഒരേ ഷേപ്പിനുള്ള ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും ഒരേ ഷേപ്പ് തന്നെയാണ് വരുന്നത്. ഡോട്ട്സ് മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ ആ 3 ലെറ്റർ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ ജി, ഹ, ഖ. അപ്പോൾ ഇത് ലൈനിൻ്റെ കുറച്ച് താഴോട്ടാണ് ജീമും ഹായും ഒക്കെ എഴുതുന്നതായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാം. ജീം, ജി. ഇത് ഒരു വേർഡിൻ്റെ 3 ലെറ്ററാണ്. ഇത് എനിക്ക് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ബാക്കി പഠിച്ചതുപോലെ തന്നെയാണ്. ഇത് ഫസ്റ്റ് ലെറ്ററാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാഫ് എടുക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഹാഫായി. അപ്പോൾ ഞാൻ അവിടെ ബാക്കി കട്ട് ചെയ്തു. അപ്പോൾ രണ്ടാമത്തതിനും മിഡിലെ ലെറ്ററിനും ഹാഫാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തു. അപ്പോൾ ഇനി നോക്കുക. അപ്പോൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാനുള്ളത് ഈ ലെറ്ററിന് ഇങ്ങോട്ടും ജോയിനിങ് ഉണ്ട്, ഈ ലെറ്ററിന് ഇങ്ങോട്ടും ജോയിനിങ് ഉണ്ട്, ഇതിന് അങ്ങോട്ടും ജോയിനിങ് ഉണ്ട്, ഇതിന് അങ്ങോട്ടും ജോയിനിങ് ഉണ്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. ജീം, ഡോട്ട് ഇവിടെ കൊടുക്കുക. രണ്ടാമത്തെ ജീം കുറച്ചിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് വേണം കൊടുക്കാനായിട്ടുള്ളത്. ജീം, ലാസ്റ്റിലത്തെ ജീം. ഇങ്ങനെയാണ് ജോയിൻ ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റിലത്തിൽ, മിഡിൽ, ലാസ്റ്റ് ഫോം. ഹാഫ് എഴുതുന്നതാണ്. ഒന്നുകൂടി കാണിക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഹാഫ് എഴുതി നമുക്ക് എവിടെയാണ് പോകേണ്ടത്? ഇങ്ങനെ വന്ന് താഴോട്ടാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ ഹാഫേ എഴുതുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ അവിടെ വന്ന് നിന്നു. കണ്ടോ? ഇതാണ് ഫസ്റ്റിലത്തെ ജി. ഇങ്ങോട്ട് ജോയിനിങ് ലൈൻ ഉണ്ട്. ഇനി മിഡിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങോട്ട് ജോയിനിങ് ഉണ്ട്, ഇങ്ങോട്ടും എനിക്ക് ജോയിനിങ് വേണം. ഇത് ജീമ്. ലാസ്റ്റിൽ വരുമ്പോൾ ജീമ് ഫുള്ളായിട്ട് എഴുതും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വന്ന് ഈ ലൈനിൽ നിന്ന് കുറച്ചിങ്ങനെ ചരിഞ്ഞാണ് ഇവിടെ വന്ന് കൊടുക്കുന്നത് ജോയിനിങ് ജീം. അപ്പോൾ ജീം, ഇനിഷ്യൽ, മിഡിൽ, ലാസ്റ്റ്. ഇനി അത് ജോയിൻ ചെയ്തെഴുതുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റിലത്തെ ജീം,
മിഡിലത്തെ ജീം, ലാസ്റ്റിലത്തെ ജീം. കണ്ടോ, ഈ ലാസ്റ്റിലത്തെ ജീം വരുമ്പോൾ നമ്മൾ താഴോട്ട് തന്നെയാണ് വരേണ്ടത്, ലൈനിൻ്റെ താഴോട്ട് വരണം. അപ്പോൾ ഇത് എനിക്ക് ഹായ് ആക്കണമെങ്കിൽ ഈ ഡോട്ട് മാച്ചാൽ മാത്രം മതി. ഹായ് ആയി, ഹാ ഹാ ഹാ. അടുത്തത് ഖായ് ആണെങ്കിൽ എനിക്ക് മുകളിൽ ഡോട്ട് ഇടുക, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷേപ്പ് ജീം ആയതുകൊണ്ട് തന്നെ ജീമാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷേപ്പിലോട്ട് പോകാം. അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് സീൻ ഷീൻ, അതായത് ജീം ഹ ഖ കഴിഞ്ഞിട്ട് ദാൽ ദാൽ റാ ജാ കഴിഞ്ഞിട്ടാണ് സീനും ഷീനും വരുന്നത്. അപ്പോൾ ഇത്രയും ലെറ്റർ ഇവിടെ മാറ്റി വെച്ചത് കാരണം ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സീനിലും ഷീനിലേക്കുമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സീൻ ഇങ്ങനെ W പോലെ വന്ന് താഴോട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഷീനും സെയിം തന്നെയാണ്, 3 ഡോട്ട് ഉണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നു. ഫസ്റ്റിലൊരു ഷീൻ, മിഡിലിൽ വരുന്നൊരു ഷീൻ, ലാസ്റ്റിൽ വരുന്നൊരു ഷീൻ. അപ്പോൾ എനിക്ക് ഈ 3 ലെറ്ററും കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റിലെ ഷീൻ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്നു, ഇവിടെ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു. ഇതാണ് ഹാഫ്. ഒന്നുകൂടി കാണിക്കാം. ഹാഫ് എഴുതുന്നത് ഇങ്ങനെ ഒരു W കംപ്ലീറ്റ് ചെയ്ത് താഴോട്ട് വരിക, ഇതാണ് ഹാഫ്. ഓക്കെ, അടുത്ത ഇവിടെയും അതുപോലെ ഹാഫാക്കി ഞാൻ. അടുത്തത് ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ അത് ഫുൾ ഫോമിലുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റിലത്തെ ലെറ്ററിന് എങ്ങോട്ടാണ് ജോയിനിങ് കൊടുക്കാനുള്ളത്? ഇങ്ങോട്ട് ജോയിനിങ് കൊടുക്കണം. ഈ ലെറ്ററിനാണെങ്കിലോ ഇങ്ങോട്ടും ജോയിനിങ് കൊടുക്കണം, അങ്ങോട്ടും ജോയിനിങ് കൊടുക്കണം. ഈ ലാസ്റ്റ് ലെറ്ററിനാണെങ്കിലോ അങ്ങോട്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ജോയിനിങ് ലെറ്റർ കിട്ടുന്നത്. അപ്പോൾ ഞാനൊന്നുകൂടി കാണിക്കാം. സീൻ, എഗെയിൻ സീൻ, എഗെയിൻ സീൻ താഴോട്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്തെഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലൈനിൽ എഴുതാം. സീനിൻ്റെ ഫസ്റ്റിലത്തെ ഇനിഷ്യൽ ഷേപ്പാണ്. ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററായിട്ട് വരുമ്പോൾ സീൻ ഇങ്ങനെ വരിക, ജോയിനിങ് ലൈൻ കൊടുക്കുക. മിഡിലിൽ വരുമ്പോഴും ഹാഫ് ഇങ്ങനെ എഴുതുക, അങ്ങോട്ടും ജോയിനിങ് ലൈൻ ഇങ്ങോട്ടും ജോയിനിങ് ലൈൻ ഉണ്ട്. സീൻ ലാസ്റ്റിൽ വരുമ്പോൾ സീൻ ഫുള്ളായിട്ട് എഴുതും, ശ്രദ്ധിക്കുക. സീൻ. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്തെഴുതുന്നതെന്ന്. ഫസ്റ്റ് സീൻ, മിഡിലത്തെ സീൻ, ലാസ്റ്റിലത്തെ സീൻ. അപ്പോൾ ഇനി ഇത് ഷീൻ ആക്കണമെങ്കിൽ ഡോട്ട് മാത്രം ഇട്ടാൽ മതി. വളരെ സിമ്പിളാണ്, ഒരു ഫോം പഠിച്ചാൽ മതി. ബാക്കി അതേപോലെയുള്ള ലെറ്റർ എഴുതാൻ വളരെ ഈസിയാണ്. ഡോട്ട് ഡോട്ട്. അപ്പോൾ ഞാൻ സീനാണ് എഴുതിക്കണത്, എല്ലാ ഡോട്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ സീനിൻ്റെ ഷേപ്പാണ് എഴുതിയിരിക്കുന്നത്, സീനിൻ്റെ ഷേപ്പാണിത്. ഷീന് വേണമെങ്കിൽ ഡോട്ട് ഇട്ടാൽ മാത്രം മതി. ഇനിയുള്ളത് സോദ് ദോദ്, ആ ഒരു ഷേപ്പാണ്. സോദ് ദോദ്. ദോദിന് ഡോട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഒരേ മോഡലിലാണ് എഴുതുന്നത്, ഡോട്ട് ഇടുക അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എഴുതി. ഫസ്റ്റിലത്തെ സോദ്, മിഡിലിലെ സോദ്, ലാസ്റ്റിലത്തത്. അപ്പോൾ എനിക്ക് നമ്മളിത് പഠിച്ചതുപോലെ തന്നെ ഹാഫ് കട്ട് ചെയ്യുക. ഫസ്റ്റിലും മിഡിലിലും വരുന്ന ലെറ്റേഴ്സിന് ഹാഫ് കട്ട് ചെയ്യുക. ഞാനിത് കട്ട് ചെയ്തു, ഇതിനും കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ട് ജോയിനിങ് ലൈൻ ഉണ്ട്, ഈ മിഡിലെ ഫോമിന് അങ്ങോട്ടും ജോയിനിങ് ഉണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഇതിന് അങ്ങോട്ട് മാത്രം. അപ്പോൾ ഒന്നുകൂടെ എഴുതി കാണിക്കാം. സോദ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വന്ന്
ഇവിടെ വന്നതിന് ശേഷം ഒരു ഇത്രയാണ് അതിൻ്റെ ഹാഫായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് വേണം ലൈൻ. അപ്പോൾ മിഡിലത്തതും ഇങ്ങനെയാണ് വരുന്നത്. ലാസ്റ്റിലെത്തത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോദ് സോദ് സോദ്. ഡോട്ട് ഇട്ടാൽ ദോദ് ദോദ് ദോദായി. അപ്പോൾ ഒരൊറ്റ ഫോർമാറ്റ് പഠിച്ചാൽ മതി, 2 ലെറ്ററിനും യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റിലത്തെ സോദിനെ ജോയിൻ ചെയ്തുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. രണ്ടാമത്തത് ഹാഫ് പോർഷൻ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ്. അങ്ങോട്ടും ലൈൻ ഉണ്ട്, ഇങ്ങോട്ടും ലൈൻ ഉണ്ട്. ലാസ്റ്റിൽ വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ജോയിൻ ചെയ്യുമ്പോൾ സോദ്, മിഡിലത്തെ സോദ്, ലാസ്റ്റിലത്തെ സോദ്. ഇനി ഇതിന് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ദോദായി ദോദായി അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും 3 ഡോട്ട് വരും. ഇങ്ങനെ ഇവിടെ. അപ്പോൾ ഈ ലെറ്റേഴ്സിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് ലെറ്റേഴ്സ് ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ സീൻ എടുത്തു. സീൻ പ്ലസ് ഖ പ്ലസ് ബ പ്ലസ് സോദ്. ഇത്രയും ലെറ്റർ എനിക്ക് ജോയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റിലത്തെ ലെറ്ററിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുത്തു, ഈ ഫോം. രണ്ടാമത്തെ ലെറ്ററിൻ്റെയും ഹാഫ് എടുക്കുക. ഈ ലെറ്ററിൻ്റെ മുകളിലത്തെ ഡോട്ടുള്ള ടൈപ്പാണ്. ഹാഫ് എടുത്തു. അങ്ങോട്ടും ലൈൻ ഉണ്ട്, ഇതിന് ഇങ്ങോട്ടും ലൈൻ ഉണ്ട്. അടുത്ത ബായ്ക്കും മിഡിലിലെ ലെറ്റർ ആയതുകൊണ്ട് തന്നെ അപ്പുറവും ഇപ്പുറവും ലെറ്റർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു മിഡിൽ ലെറ്ററാണ്. അപ്പോൾ അതിനും ഞാൻ ഹാഫ് എടുത്തു. ഹാഫ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ഡോട്ട് നടുക്ക് കൊടുക്കുക. അങ്ങോട്ടും ജോയിനിങ് ലൈൻ ഉണ്ട്, ഇങ്ങോട്ടും ജോയിനിങ് ലൈൻ ഉണ്ട്. ഈ സോദ് ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ അതിന് ഒരു മാറ്റവുമില്ല, ഇങ്ങോട്ടൊരു ജോയിനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചേർത്ത് എഴുതുന്നത്? സീൻ ജീം ബാ സോദ്, ഇങ്ങനെയാണ് ചേർത്തെഴുതുന്നത്. ഒരു മോഡൽ കൂടി ഞാൻ പറയാം. ഫസ്റ്റിൽ നമ്മൾ ദോദാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. നെക്സ്റ്റ് ലെറ്റർ ബായാണ്. പ്ലസ് ബാ പ്ലസ് ഷീൻ. ഓക്കെ, ഷീൻ കൊടുക്കാം നമുക്ക്. പ്ലസ് ഏതാ കൊടുക്കേണ്ടത്? ലാസ്റ്റിൽ നമുക്ക് ഹാ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് ജോയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഇത് ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഹാഫ് കട്ട് ചെയ്തു. ഇത് മിഡിൽ ലെറ്റർ ആയതുകൊണ്ട് ഇതിനും ഹാഫ് മതി എനിക്ക്. ഇത് മിഡിൽ ലെറ്ററാണ്, ആഫ്റ്ററും ബിഫോറും ലെറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു മിഡിൽ ലെറ്ററാണ്. അതുകൊണ്ട് ഇതിൻ്റെയും ഹാഫ് ഞാൻ കട്ട് ചെയ്തു. ഇത് ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ഫുൾ ഫോമിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇതിന് അങ്ങോട്ടും ജോയിനിങ് ഉണ്ട്, ഇതിന് ഇങ്ങോട്ടും ഉണ്ട്. ഈ ഷീന് അങ്ങോട്ടും ജോയിനിങ് ലൈൻ ഉണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഹായ്ക്ക് അങ്ങോട്ടും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്നുകൂടി എഴുതി കാണിക്കാം. സോദ് ബാ ഷീൻ ഹാ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ എഴുതി ശീലിക്കുക. വളരെ സിമ്പിളാണ്. പല ലെറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നാളെ കാണാം. താങ്ക് യു.